വചനം നമ്മുടെ ചിന്തയ്ക്കായി നമ്മൾ എടുക്കുമ്പോൾ സ്തോത്രം, നമ്മൾ ദൈവവചനം എന്ന് നമ്മൾ പറയുമ്പോൾ ദൈവവചനം ഇറ്റ് ഈസ് ഗോഡ് ബ്രീത്സ്ഡ്, ഇറ്റ് ഈസ് ഗോഡ് ഇൻസ്പയർഡ്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ചിന്തയിൽ നിന്ന്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നിന്ന്, എൻ്റെ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നിന്നും അറിവിൽ നിന്നും ഒക്കെ വന്നിരിക്കുന്ന ദൈവവചനം. സ്തോത്രം, ഇത് ദൈവശ്വാസനീയമാണ്. നമ്മുടെ 2 തിമോത്തിയോസിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാം തിരുവചനം, 2 Timothy chapter 3 verse number 16, 3:16, 2 തിമോത്തി എന്ന് നമ്മൾ വായിക്കുമ്പോൾ വചനം ഇങ്ങനെ പറയുന്നു: All scripture is inspired by God and is useful to teach us what is true and to make us realize what is wrong in our lives. It corrects us when we are wrong and teaches us to do what is right. അതിൻ്റെ 17 പറയുന്നു: God uses it to prepare and equip his people to do every good work. എന്ന് വായിച്ച്, എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. അപ്പം നോക്കിക്ക്, ഉപദേശിക്കുവാനും നീതി പുലർത്തുവാനും ശാസിക്കുവാനും അത് നേരായ വഴിയിൽ കൊണ്ടുവരുവാനും ഒക്കെ ദൈവവചനം ഉപയോഗിക്കുന്നു. സ്തോത്രം. ദൈവവചനം തുടങ്ങുന്നത് തന്നെ ദൈവശ്വാസീയമായി, ഇറ്റ് ഈസ് ഇൻസ്പയർഡ് ബൈ ഗോഡ്. ചില ട്രാൻസ്ലേഷൻസിനകത്ത് പറയുന്നു ഇറ്റ് ഈസ് ഗോഡ് ബ്രീത്സ്ഡ്. ഹല്ലേലൂയ. ദൈവം ശ്വാസം പോലെ പകർന്നു തന്നതാണ് ദൈവവചനം. ഈ ദൈവവചനം നമ്മൾ തെറ്റിപ്പോകാതെ വണ്ണം നമ്മളെ പിടിച്ചു വെക്കുന്നതാണ് ദൈവവചനം. നമ്മുടെ ജീവിതത്തിനകത്ത് ജീവനും ചൈതന്യവും പകരുന്നതാണ് ദൈവവചനം. ഹല്ലേലൂയ. തെറ്റുതിരുത്താനും ശാസിക്കുവാനും നേരെയാക്കാനും ഒക്കെ ഉപദേശിക്കുവാനും ഒക്കെ ഉപയോഗിക്കാം ദൈവവചനം. ഹല്ലേലൂയ. എന്നിട്ട് അതിൻ്റെ 17 പറയുന്നു ഗോഡ് യൂസസ് ഇറ്റ്. എന്ന് വായിച്ചേ, ഉപദേശത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതി അഭ്യാസത്തിനും പ്രയോജനമുള്ളതാണ്. 4 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഈ ദൈവവചനം നമ്മളുടെ കയ്യിൽ കിട്ടിയത് വെറുതെ കിട്ടിയതല്ല. നമ്മൾ വളരെ ഈസി ആയിട്ട് ഒരു ബൈബിൾ സ്റ്റോറിലോ അല്ലെങ്കിൽ ഒരു ബുക്ക് ഷോപ്പിലോ ചെന്ന് കുറച്ച് പൈസ കൊടുത്തിട്ട് മേടിച്ചത്, അത് ജസ്റ്റ് അങ്ങനെ ഒരു ബുക്ക് അല്ലെങ്കിൽ അങ്ങനെ കുറേ കടലാസ് വെച്ചിരിക്കുന്നത്. നോ, ദാറ്റ് ഈസ് നോട്ട്. ഹല്ലേലൂയ. നമ്മൾക്ക് പലയിടങ്ങളിൽ നമ്മൾ താമസിക്കുന്നിടത്തൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ടോ ഈ ബൈബിൾ കിട്ടുന്നതും കൊണ്ട് അതിന് പലവരും അത്രയും വില കൊടുക്കത്തില്ല. പലവരും ഓർക്കും ഒരു ബൈബിൾ വീട്ടിലുള്ളത് കാരണം പിശാച് കയറത്തില്ല, അല്ലെങ്കിൽ തലയാണയുടെ അടിയിലെടുത്ത് വെച്ചാൽ ചീത്ത സ്വപ്നങ്ങൾ കാണത്തില്ല, അല്ലെങ്കിൽ മക്കളുടെ ബാഗിനകത്ത് കൊടുത്തു വിട്ടാൽ മക്കൾ കൂട്ടുകാർ ചേർന്ന് പിഴച്ചു പോകാതെ ഇരുന്നോളും എന്നൊക്കെ വിശ്വസിക്കും, അല്ലേ? പക്ഷെ അതിനും അപ്പുറമാണ് ജീവചൈതന്യമുള്ള ഈ നല്ല ഹോലി ബൈബിൾ സ്ക്രിപ്ചേഴ്സ്, അല്ലെങ്കിൽ പല ലേഖനങ്ങളും ദൈവത്തിൻ്റെ പല വാർത്തകളും കൂടെ ചേർന്ന് ഹല്ലേലൂയ ഈ ദൈവവചനം ആയ ബൈബിള്. സ്തോത്രം. അപ്പം ഈ കർത്താവിൻ്റെ വചനം ചേരുന്ന ഈ ദൈവശ്വാസനീയമായ തിരുവചനം ചേരുന്നത് ഹല്ലേലൂയ കുറേ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമ്മളുടെയൊക്കെ കൈകളിൽ ഈ ബൈബിള് വന്നിരിക്കുന്നത്. കാലങ്ങളായിട്ട് സെഞ്ച്വറീസും കൊണ്ട് പലയിടങ്ങളിൽ നിന്ന് പലവരെയും എഴുന്നേൽപ്പിച്ച് വചനം പല സമയങ്ങളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ച് അവരൊക്കെ എഴുതി ചേർത്ത് ഇതെല്ലാം പല കാലഘട്ടങ്ങളിൽ എഴുതിയെങ്കിലും ഇതെല്ലാം ഒരേ വാർത്ത പറയുന്നു, ഒരേ കാര്യം പറയുന്നു, എല്ലാം ഒരു തീം തന്നെയാണ്. അതെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നുവെച്ചാൽ പല കാലഘട്ടങ്ങളിൽ പല എഴുത്തുകാർ ചേർന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ എഴുതി വെച്ച് ഈ ഹോളി സ്ക്രിപ്ചേഴ്സ്, ഈ ബൈബിള് തുടക്കം തൊട്ട് അവസാനം വരെ ഒന്നിൻ്റെ പുറകെ ഒന്ന് കോർത്തി ഇണക്കി കൊണ്ടുവന്ന നമ്മളുടെ കയ്യിൽ വന്നിരിക്കുന്നത്. ഇതിനകത്ത് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതുമ്പം അതിൻ്റെ 11-ാം വാക്യത്തിനകത്ത് ഇങ്ങനെ എഴുതുന്നു: You know how much persecution and suffering I have endured. എന്നിട്ട് കുറേ കാര്യങ്ങൾ എന്നിട്ട് പറയുക, ഒരുപാട്
ഞാൻ ഭീഷണിയേറ്റു, ഒരുപാട് ഞാൻ അടിയേറ്റു. 2 കൊരിന്ത്യരുടെ ലേഖനം 6-ാം അധ്യായത്തിനകത്ത് വരുമ്പോൾ അതിനകത്ത് ആ 3 തൊട്ട് ഉള്ള വാക്യങ്ങൾക്കകത്ത് 3 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് അപ്പോസ്തലൻ പറയുന്നുണ്ട് എന്തുമാത്രം ത്യാഗങ്ങൾ അനുഭവിച്ചുവെന്ന്. ഈ അതിൻ്റെ ഒന്ന് 4-5 ഒന്ന് വായിച്ച്. ഞങ്ങൾ സഹനത്തിനും ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. ബഹുസഹിഷ്ണുത, കഷ്ടം. അപ്പം വെറും കഷ്ടതയും ഒന്നുമല്ല, ബഹു കഷ്ടത. വി എൻഡ്യൂർ ട്രബിൾസ് ആൻഡ് ഹാർഡ്ഷിപ്സ് ആൻഡ് കലാമിറ്റീസ് ഓഫ് എവറി കൈൻഡ്. ഒന്നും ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറം ബഹു കഷ്ടതകൾ അനുഭവിച്ചത്. ട്രബിൾസ്, ഹാർഡ്ഷിപ്സ്, കലാമിറ്റീസ്. എന്നിട്ട് വായിച്ച അതിൻ്റെ ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കളിപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ്യ സ്നേഹം, സത്യം. ആമേൻ, സ്തോത്രം. അപ്പം എല്ലാം അനുഭവിച്ചു. അടിയും ഇടിയും പട്ടിണിയും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും സങ്കടങ്ങളും നിരാശകളും എല്ലാം, സ്തോത്രം, സകലതും അനുഭവിച്ചു. പക്ഷെ അതിനെ എല്ലാം എങ്ങനെയാ നേരിട്ടത്? വിശുദ്ധിയിലും അറിവിലും ക്ഷമയിലും ജ്ഞാനത്തിലും പരിശുദ്ധാത്മാവ് കൂടുണ്ട് എന്നുള്ള ഇതിൽ അല്ലേ. അപ്പം ജയിലിനകത്തൊക്കെ കിടന്ന് പൗലോസ് എഴുതിയ ലേഖനങ്ങളുണ്ട്. തിമോത്തിയോസ്, 2 തിമോത്തിയോസും. അപ്പം ഈ ലേഖനങ്ങൾക്കകത്തൊക്കെ ഹല്ലേലൂയ, ഫിലിപ്പിയരുടെ ലേഖനമൊക്കെ കഷ്ടതയ്ക്കകത്ത് കിടന്ന് എഴുതുമ്പോഴും ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നമ്മളുടെയൊക്കെ ഓരോ കഷ്ടപ്പാടിനകത്ത് ഈ ലേഖനങ്ങളൊക്കെ എടുത്ത് വായിക്കുമ്പോൾ എത്രയധികം ധൈര്യം നമുക്ക് കിട്ടണം. ഈ ഒറ്റ വചനം പോലും ഈ കാലഘട്ടങ്ങളിൽ കൂടെ കടന്നു വന്ന് ഈ നമ്മൾ പഴയ നിയമത്തിനകത്തും പുതിയ നിയമത്തിനകത്തുമൊക്കെ വായിക്കുന്ന ഈ വചനങ്ങളൊക്കെ നമ്മൾ ഇരുന്ന് ധ്യാനിക്കണം. എന്താണെന്ന് വെച്ചാൽ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ എഴുത്തുകാരും അവർ കടന്നുപോയ കഷ്ടതയ്ക്കകത്തും അവരോട് ദൈവം പറഞ്ഞത് അവരത് നോട്ട് ചെയ്ത് ആ ബുദ്ധിമുട്ടിനകത്തും അവരിരുന്ന് എഴുതിയ വചനങ്ങളാണ് ഇതെല്ലാം. ഹല്ലേലൂയ, നമ്മൾ അതിന് കൊടുക്കേണ്ട വില കൊടുക്കണം. ഇന്ന് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ നമ്മളുടെ അകത്തൊരു തിരിച്ചറിവുണ്ടാവണം, ഇത് ദൈവശ്വാസനീയമായ വചനമാണ്. ദിസ് ഈസ് ഇൻസ്പയർഡ് ബൈ ഗോഡ്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇൻസ്പിറേഷൻ കൊടുത്ത് എഴുതിയത് കൊണ്ട് നമ്മളുടെ ജീവിതത്തിനകത്ത് ഏതൊരു ആവശ്യത്തിനും ഈ ദൈവവചനം നമുക്ക് എടുത്തുപയോഗിക്കാം. നമ്മുടെ ജീവിതങ്ങൾക്കകത്തെ ഏതൊരു വിഷയത്തിനും മറുപടി കിട്ടാനായിട്ട് ദൈവവചനം എടുത്തുപയോഗിക്കാം. അല്ലെങ്കിൽ എങ്ങും പോകേണ്ട ഒരു ആവശ്യമില്ല ഒരു മറുപടി കിട്ടാൻ, അല്ലെങ്കിൽ ഒരു ആലോചന ദൈവത്തിൽ നിന്ന് കിട്ടുവാനായിട്ട്. ദൈവത്തിൽ നിന്ന് ആലോചന കിട്ടണമെങ്കിൽ ഏറ്റവും നല്ല ആലോചന തരുന്ന ദൈവം നമ്മളോട് സംസാരിക്കുന്ന സ്ക്രിപ്റ്റേഴ്സാണ് ദ ഹോളി ബൈബിൾ. അല്ലേ, ദൈവവചനത്തിനെ കുറിച്ച് പറയുന്നു, ജീവനും ചൈതന്യവും ഉള്ള വചനം, മാംസത്തിനകത്തും മജ്ജയ്ക്കകത്തും ചിന്തകൾക്കകത്തും തുളച്ചു കയറാൻ സാധിക്കുന്ന ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ, ഇന്ന് ഈ വചനത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം നമ്മൾ ഓരോരുത്തരും കൊടുത്തിരിക്കണം. 2 തിമോത്തിയോസിൻ്റെ അകത്ത് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 4-നകത്ത് വരുമ്പോൾ ഹല്ലേലൂയ, പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പറയുക, അതിൻ്റെ 4-1 പറയുക, യേശു കർത്താവ് വരും, വിധിക്കാൻ വേണ്ടി ഒരു നാളിൽ വിധിക്കാൻ വേണ്ടി വരും. ഹല്ലേലൂയ, ഈ വിധിക്കാനായിട്ട് വരുമ്പോൾ സ്തോത്രം, മനുഷ്യർ ഓരോരുത്തരും ഹല്ലേലൂയ അവർ ദൈവത്തിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. എങ്ങനെ പ്രിപ്പയർഡ് ആയിരിക്കണം? ഇവിടെ അപ്പോസ്തലൻ തിമോത്തിയോസിനെ ഏർജ് ചെയ്യുക, പ്രിപ്പയർഡ് ആയിട്ടിരിക്കേണ്ടത് നീ ദൈവവചനം പറയുന്നത് വളരെ ശ്രദ്ധയോടെയും നീ പ്രിപ്പയർഡായിട്ടും ഒക്കെ നീ പറയണം. ഈ ദൈവവചനം കൊണ്ട് നിൻ്റെ ജനത്തിനെ നീ കറക്റ്റ് ചെയ്യണം, നീ റിബ്യൂക്ക് ചെയ്യണം, നീ എൻകറേജ് ചെയ്യണം. ഇത് തിമോത്തിയോസിനോടൊരു സഭ നടത്തുന്ന തിമോത്തിയോസിനോ അല്ലെങ്കിൽ സഭയെ കൈകാര്യം ചെയ്യുന്ന തിമോത്തിയോസിനോട് പറയുക, നീ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ജനത്തിനെ നീ ദൈവവചനം കൊണ്ട് നേരെയാക്കണം, പ്രിപ്പയർ ചെയ്യണം, ഒരുക്കണം, ഇതൊക്കെ പറയുക. ഇന്ന് കുടുംബങ്ങളൊക്കെ നയിക്കുന്ന നമ്മളോട് ഓരോരുത്തരോടും ഇതേ ആഹ്വാനം തന്നെയാണ് പറയുന്നത്.
പറയുന്നത് ദൈവവചനം എടുത്തു വേണം നമ്മളുടെ കുടുംബങ്ങളെ നമ്മൾ പണിയുവാൻ. നമ്മുടെ കുഞ്ഞുങ്ങളോട് ദൈവവചനത്തിൽ നിന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം, അവർ വഴിതെറ്റിപ്പോകാതിരിക്കാൻ. എന്താണെന്നറിയോ, നമ്മൾ ഓരോ ദൈവവചനവും അവരെ ശാസിക്കാനും അവരെ ഉപദേശിക്കാനും. കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, ബൈബിളിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, നീ ഇങ്ങനെ ചെയ്യല്ല, നീ അങ്ങനെ പറയല്ല, നീ ഇങ്ങനെ പെരുമാറണം എന്ന് നമ്മൾ പറയുമ്പോൾ ഈ വിത്തായ വചനം അവരുടെ ജീവിതങ്ങൾക്കകത്ത് ഇട്ടുകൊടുക്കുക. ഉറപ്പായിട്ടും നാളെ കാലം ഈ വിത്ത് വളർന്ന് പന്തലിച്ച് അവരുടെ ജീവിതത്തിൽ നന്മയായി തീരും. സ്തോത്രം. ഈ വചനം അവരുടെ അകത്ത് കയറുമ്പോൾ ഹല്ലേലൂയ, ഇന്ന് അവർക്ക് ഇഷ്ടമല്ലെങ്കിലും നാളെ ഉറപ്പായിട്ടും അവരുടെ അകത്ത് ദൈവത്തിൻ്റെ ഇച്ഛകൾ ഉണ്ടായിത്തീരും. ഹല്ലേലൂയ. 2 തിമോത്തിയോസിൻ്റെ 4 അതിൻ്റെ 3 പറയുക. ഒരു കാതൊന്ന് വായിച്ചേ. ഫോർ എ ടൈം ഈസ് കമ്മിങ്. 2 തിമോത്തിയോസ് 4:3. അവർ സത്യോപദേശം കൈക്കൊള്ളാതെ കർണരസമാകുമാർ സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം പഠിപ്പിക്കുന്ന ഉപദേശകന്മാരെ വർദ്ധിപ്പിക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾക്കാൻ തിരിയുകയും ചെയ്യുന്ന കാലം വരും. 4:5. നീയോ സകലത്തിനും സംയമനമുള്ളവനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം തിമോത്തിയോസിനോട് പറയാം, തിമോത്തിയോസെ കഷ്ടപ്പാടുണ്ട്, വലിയ ബുദ്ധിമുട്ടുണ്ട്. നീ സത്യവചനം എടുത്ത് നീ ഉപദേശിക്കുമ്പോൾ ആൾക്കാരൊക്കെ കേട്ടെന്നിരിക്കത്തില്ല. അവർക്കൊക്കെ അവരുടെ ഇഷ്ടമുള്ള, അവർക്ക് ചെവി ചൊറിയാൻ ഇഷ്ടമുള്ള, അങ്ങനെയൊക്കെ ഇംഗ്ലീഷിൽ അങ്ങനെയാണ് പറയുന്നത്, വാട്ട് ദെയർ ഇച്ചിങ് ഇയേഴ്സ് വോണ്ട് ടു ഹിയർ. അവരുടെ ചെവിക്ക് ഇഷ്ടമുള്ളത് കേൾക്കാനായിരിക്കും പലവരും വന്ന് കൂടുന്നത്, അല്ലേ? ഉപദേശമില്ലാത്ത വചനം ഗോസ്പൽസാണ് ഇന്ന് പലയിടങ്ങളിലും നമ്മൾ കേൾക്കുന്നത്. വലിയ പ്രോസ്പെരിറ്റി ഉണ്ട്, ഒരുപാട് ഗോസ്പൽ ടീച്ചിങ്സ് ഉണ്ട്, പക്ഷേ അതിനകത്ത് ഉപദേശങ്ങളില്ലാത്ത ദൈവവചനം. തിരുവചനത്തിനകത്ത് നമ്മളോട് പറയുന്നു, ദൈവവചനം ജീവശ്വാസനീയമായ വചനം, അത് ഉപദേശിക്കാനും അത് പണിയുവാനും അത് വഴികാട്ടുവാനും ഒക്കെ. എന്നിട്ട് തിമോത്തിയോസിനോട് പറയാം, തിമോത്തിയോസെ, ജനം കേൾക്കാൻ കൊതിക്കുന്നതല്ല നീ പറയേണ്ടത്. ഹല്ലേലൂയ. നിന്നെ ദൈവം നയിച്ചതുപോലെ സത്യവചനത്തിൽ നിന്ന് നീ അവരെ ഉപദേശിക്കണം. ഇന്ന് നമ്മൾ ഓരോരുത്തരും ഹല്ലേലൂയ, മൈക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കൂട്ടം ഉണ്ടെങ്കിൽ ഞാൻ വചനം ആരെങ്കിലോടും നിങ്ങളുടെ വീടുകളിൽ തന്നെ ഒന്ന് തമ്മിൽ ഒന്ന് വചനം പറഞ്ഞ് ഹല്ലേലൂയ ഒന്ന് ഈ സത്യവചനം ഒന്ന് ഡിസ്കസ് ചെയ്യണം. ഓരോ ദിവസവും കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ചിരുത്തി, ജീവിത പങ്കാളിയൊക്കെ വരുമെങ്കിൽ പിടിച്ചിരുത്തി, മാതാപിതാക്കളെ പിടിച്ചിരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു വാക്യമെങ്കിലും എടുത്ത് ഇതിൻ്റെ പൊരുൾ ഇതാണെന്ന് ഒന്ന് തിരിച്ചറിയുവാൻ ഒന്ന് പരിശ്രമിക്കണം. ഹല്ലേലൂയ. ദൈവവചനം നമ്മളുടെ വീടുകൾക്കകത്തുനിന്ന് മാറിപ്പോകല്ലേ. ബൈബിള് വെറുതെ വീട്ടിനകത്ത് വെക്കുന്നതായി തീരല്ലേ. എൻ്റെ സഹോദരൻ കഴിഞ്ഞ ദിവസം, എൻ്റെ ബ്രദർ കഴിഞ്ഞ ദിവസം അവൻ യാത്ര ചെയ്യുമ്പോൾ അവൻ്റെ ഫ്ലൈറ്റിൽ അവൻ ഇത്രയും നാളും കണ്ടിട്ടില്ലാത്ത അനുഭവിച്ചിട്ടില്ലാത്തൊരു എയർ ടർബുലൻസ് ഉണ്ടായി. അവന് ഫ്ലൈറ്റിൽ ജോലി ചെയ്തതാ. അവന് ഒരുപാട് ഫ്ലൈറ്റിൽ അവൻ യാത്ര ചെയ്തിട്ടുള്ളപ്പം വർക്ക് ചെയ്തിട്ടുള്ളപ്പം ഒരുപാട് പ്രതിസന്ധികൾ അവൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അവൻ്റെ ഫ്ലൈറ്റിൽ പാൻട്രിക്കകത്ത് തീ വന്നിട്ടുണ്ട്, ഭയങ്കര ആഴത്തിൽ അത് ഫ്ലൈറ്റ് താഴെ വന്നിട്ടുണ്ട്, ക്രാഷ് ചെയ്യുമെന്നുള്ള പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും അവൻ ഭയന്നിട്ടില്ല. പക്ഷെ അവൻ കഴിഞ്ഞ ദിവസം ട്രാവൽ ചെയ്യാൻ നേരത്ത് അവന് ഒരു എയർ ടർബുലൻസിനകത്ത്, എയർ പോക്കറ്റിനകത്ത് ഇവരുടെ ഫ്ലൈറ്റ് പെട്ടിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ഭയന്നുപോയി. അവനും ഭയങ്കരമായിട്ട് ഭയന്നുപോയി. അവൻ ഭയക്കണമെങ്കിൽ അത്ര ഒരു ഭയങ്കര പ്രതിസന്ധിയായിട്ട് അവൻ ഭയന്നത്. പക്ഷെ അവനൊരു കാര്യം ചെയ്തു, അവൻ്റെ കയ്യിൽ ബൈബിൾ ഉണ്ടായിരുന്നു. അവൻ ഈ ബൈബിൾ എടുത്ത് അവൻ സങ്കീർത്തനം 91 അവൻ വായിച്ചു പ്രാർത്ഥിച്ചു. അവൻ വായിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് അത്രയും നേരം ഉണ്ടായിരുന്ന എയർ ടർബുലൻസ് പിടിച്ചു നിർത്തിയതുപോലെ അത് നിന്നു. പിന്നെ അവർ വളരെ സ്മൂത്തായിരുന്നു ഫ്ലൈറ്റ്, വളരെ സേഫായിട്ട് അവർ ലാൻഡ് ചെയ്തു. ദൈവവചനത്തിൻ്റെ ശക്തി, ബൈബിളിൻ്റെ ശക്തി. പലവരും ഇന്ന് യാത്ര ചെയ്യുന്നിടത്തൊക്കെ അവരുടെ ബൈബിള് വീട്ടിൽ വെക്കും, എന്നിട്ട് ബൈബിള് പെട്ടിക്കകത്തോ കയ്യിലോ ഒന്നും കൊണ്ടുപോകത്തില്ല. എന്നിട്ട് പറയും, ഞാൻ ഫോണിനകത്തുണ്ട് എൻ്റെ ബൈബിള്, ഞാൻ ഫോണിനകത്തു നിന്ന് വായിച്ചോളാം. പക്ഷേ നോ, ഹല്ലേലൂയ, നമ്മളുടെ കയ്യിൽ ഒരു ബൈബിൾ
ബൈബിളിൻ്റെ ഒരു ഫിസിക്കൽ കോപ്പി ഉണ്ടായിരിക്കണം. എപ്പോഴും ഇതെൻ്റെ ബൈബിൾ എന്ന് പറയാൻ മാത്രം, എൻ്റെ പേഴ്സണൽ ബൈബിൾ എന്ന് ഉയർത്തിപ്പിടിക്കാനായിട്ട് ഈ പുസ്തകം കയ്യിലുണ്ടായിരിക്കണം. ഇന്ന് ലോകത്ത് ഏറ്റവും വില കുറഞ്ഞതും ലോകത്ത് ഏറ്റവും അധികം പ്രിൻ്റ് ചെയ്യുന്നതും ഈ ഹോളി ബൈബിളാണ്. ഹല്ലേലൂയ. പക്ഷേ ഇന്ന് പലവരും അതിനെ കൊണ്ടു നടക്കാൻ വലിയ ഭാരം. എന്താ, ഒരുപാട് ബുക്സ് ഉണ്ട് അതിനകത്ത്, ഭയങ്കര കനമുണ്ട്. അല്ലെങ്കിൽ പലവരും എന്ത് ചെയ്യും, പഴയ നിയമം എടുത്ത് മാറ്റിയിട്ട് പുതിയ നിയമം മാത്രം കൊണ്ടു നടക്കും. നോ, ദാറ്റ് ഈസ് നോട്ട് വാട്ട് ഗോഡ് ഹാസ് ആസ്ക്ഡ് us to do. ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ദൈവവചനം, ഇറ്റ് ഈസ് ഇൻസ്പയർഡ് ബൈ ഗോഡ്, ഇറ്റ് ഈസ് യൂസ്ഫുൾ. ഹല്ലേലൂയ. എന്നെ ചുമക്കുന്നവനെ ഞാനും ചുമക്കും. ഹല്ലേലൂയ. അത് ബൈബിളിനകത്ത് എങ്ങും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ദൈവവചനം നമ്മുടെ കയ്യിൽ കൊണ്ടു നടന്നാൽ, ഹല്ലേലൂയ, നമ്മളുടെ കൂടെ കൊണ്ടു നടന്ന് ഇത് നമ്മളുടെ ഏറ്റവും വലിയ കൂട്ടുകാരനാക്കി നമ്മൾ തീർത്താൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നതും ഇടപെടുന്നതും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. നമ്മുടെ മക്കളോട്, നമ്മുടെ കുടുംബങ്ങളോട്, നമ്മുടെ കൂട്ടുകാരോട് എന്തെങ്കിലും പറയണോ, ഒരു നിമിഷം ഒന്ന് ബൈബിൾ തുറന്നു വെച്ചൊന്ന് വായിച്ച് കർത്താവിനോടൊന്ന് സംസാരിച്ചിട്ട്, ഹല്ലേലൂയ, ഭയങ്കര അതിശയം തോന്നും. കർത്താവ് ഒരു വചനം വേറൊരു വചനവുമായിട്ട് കോർത്തി ഇണക്കുന്നത് കാണുമ്പോൾ. ഹല്ലേലൂയ. നമ്മൾ ചിലപ്പം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയും, ഇന്നടത്തോട്ടൊന്ന് പോയി ഒന്ന് വായിക്കാൻ പറയും. വായിച്ചു വരുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്ന, ഓ, ഇത്രയും നേരം ഞാൻ വായിച്ചതിൻ്റെ ബാക്കിയാണ് ഇത് കർത്താവ് എന്നെ കൂട്ടിക്കൊണ്ട് പോയത്. ദൈവം നമ്മളോട് ഇടപെടും, നമ്മളോട് സംസാരിക്കും. ഹല്ലേലൂയ. വീടുകൾക്കകത്തുള്ള ബൈബിളൊക്കെ പൊടി പിടിക്കാതെ അതിലൊന്നും ഒരു പാടുപോലും ഇല്ലാതിരിപ്പുണ്ടെങ്കിൽ അതിനകത്ത് വലിയ അഭിമാനമൊന്നും കൊള്ളാനില്ല. സ്തോത്രം. നമ്മളുടെ ബൈബിള് അത് നമ്മളുടെ വിരലോടിച്ച് നമ്മൾ വായിച്ച് അതിനകത്തൊക്കെ പലപ്പോഴും നമ്മളെ സ്പർശിക്കുന്ന വാക്യങ്ങളൊക്കെ അതൊന്ന് മാർക്ക് ചെയ്യും. അതിൽ നമുക്ക് കിട്ടിയ സ്വപ്നങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കും. എന്താ, ഇറ്റ് ഈസ് മൈ ബൈബിൾ, ഇറ്റ് ഈസ് മൈ പേഴ്സണൽ ബൈബിൾ, ദ ഹോലി സ്ക്രിപ്റ്റേഴ്സ് ഇൻസ്പയർഡ് ബൈ ദ ഹോലി സ്പിരിറ്റ്. ദൈവത്തിൻ്റെ പരിശുദ്ധ ഇഷ്ടത്താലും പ്രേരണയാലും എഴുതി വച്ചിരിക്കുന്ന ദൈവവചനം. ഇതിന് നമ്മൾ മുൻതൂക്കം കൊടുക്കും തോറും, ഹല്ലേലൂയ, നമ്മുടെ വീട്ടിനകത്ത് ബൈബിൾ ആലസ്യമായിട്ട് അവിടെ ഇവിടെ ഒന്നും ഇട്ട് കളയാതെ നമ്മൾ അതിന് ബഹുമാനം കൊടുക്കും തോറും, ഇതെൻ്റേതാന്ന് പറഞ്ഞ് കൂടെ കൊണ്ടു നടക്കും തോറും, ഹല്ലേലൂയ, കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിൽ ഇടപെടാൻ സാധിക്കും. വെറുതെ ബൈബിൾ വീട്ടിലിരുന്നത് കൊണ്ട് ജ്ഞാനം പകരത്തില്ല. പക്ഷേ ഇത് വായിക്കും തോറും ഈ ലോകത്തിന് കിട്ടാത്ത ജ്ഞാനം, ഈ ലോകത്തിന് കിട്ടാത്ത അറിവ്, ഹല്ലേലൂയ, നമ്മളുടെ അകത്തേക്ക് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. എന്താ, സ്തോത്രം. ദൈവം അവിടെ 2 തിമോത്തിയോസ് 3:15 പൗലോസ് തിമോത്തിയോസിനോടൊരു കാര്യം പറയുന്നുണ്ട്. യു ഹാവ് ബീൻ ടോട്ട് ദ ഹോലി സ്ക്രിപ്റ്റേഴ്സ് ഫ്രം ചൈൽഡ്ഹുഡ് ആൻഡ് ദേ ഹാവ് ഗിവൻ യു ദ വിസ്ഡം ടു റിസീവ് ദ സാൽവേഷൻ ദാറ്റ് കംസ് ബൈ ട്രസ്റ്റിംഗ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഒന്ന് വായിച്ചേ. നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. അല്ല, അത് ഇംഗ്ലീഷിനകത്ത് വായിക്കുമ്പോൾ ഇങ്ങനെയാ പറയുന്നത്, നീയോ ആരോടും പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട്. കണ്ടോ, തിമോത്തിയോസിനോട് തിമോത്തിയോസിനെ കുറിച്ച് പൗലോസിന് ഭയങ്കര വിലയായിരുന്നു. അമ്മയും അമ്മൂമ്മയും പ്രാർത്ഥനയുള്ളവര് അത് നിന്നെ പഠിപ്പിച്ചു, നീ അങ്ങനത്തെ ഒരു കുടുംബത്തിൽ നിന്ന് വന്നു എന്നൊക്കെ പറഞ്ഞ് തുടക്കത്തിൽ തന്നെ തിമോത്തിയോസിനോട് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടത്തോടെയാണ് പറയുന്നത്. എന്നിട്ട് ഇവിടെ വരുമ്പോൾ പറയാം, നീ കുഞ്ഞിലേ തൊട്ടേ വായിച്ചു പഠിച്ചു വന്ന ദൈവവചനം നിനക്ക് എന്ത് നൽകി? നിനക്ക് ഈ രക്ഷ മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും വേണ്ടിയുള്ള ജ്ഞാനം നിനക്ക് പകർന്നു. അപ്പം ബൈബിള് വായിക്കും തോറും ഒരു വ്യക്തിക്കകത്ത് ദൈവീക ജ്ഞാനം വർദ്ധിക്കും. ഹല്ലേലൂയ. ഇന്ന് ജ്ഞാനം വേണം. കർത്താവേ, എനിക്ക് മറ്റുള്ളവരോട് സംസാരിക്കുമ്പം ബുദ്ധിയില്ലാതൊക്കെ ഞാൻ സംസാരിക്കുന്നു എന്ന് ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടോ? ഈ ബൈബിൾ എടുത്ത് ഇത് സ്വന്തമാക്കിയാൽ മതി. ഇതിനകത്ത് ദൈവ ആലോചന പ്രകാരം, ദൈവത്തിൻ്റെ ശ്വാസപ്രകാരം, ദൈവത്തിൻ്റെ ഹിതപ്രകാരം, ഇഷ്ടപ്രകാരം എഴുതി വച്ചിരിക്കുന്ന ഓരോ വാക്യങ്ങളും നമ്മുടെ സ്വന്തമാക്കി തീർക്കും തോറും ബുദ്ധിയില്ലാത്തവൻ്റെ ബുദ്ധിയെ തുറന്നു കൊടുക്കും. സ്തോത്രം. കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്നില്ലയോ? അല്ലെങ്കിൽ
പഠിക്കുന്ന കുഞ്ഞുങ്ങളായിക്കോട്ടെ, അവരെ ഒരു കൃഷിഭൂമിക്കകത്ത് നമ്മൾ ഫെർട്ടിലൈസേഴ്സ് വളമിട്ട് കൊടുക്കുന്നത് പോലെ ഹല്ലിയ കുഞ്ഞുങ്ങളോടൊക്കെ പറയണം, നീ 2 മണിക്കൂർ അല്ലെങ്കിൽ നീ 10 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്നുണ്ടോ, എന്നാൽ നീ ഒരു മണിക്കൂർ 2 മണിക്കൂർ നീ ദൈവവചനം ഒന്ന് വായിച്ചേ. ദൈവവചനം 1-2 മണിക്കൂർ വായിക്കുമ്പോൾ 10 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്നത് വെറും 3-4 മണിക്കൂറും കൊണ്ട് പഠിച്ചിട്ട് എഴുന്നേറ്റ് പോകാൻ സാധിക്കും. സ്തോത്രം. ഹല്ലിയ. പരീക്ഷയുടെ തലേദിവസം ബൈബിൾ വായിക്കുന്നത് മാത്രമല്ല, ദിവസവും ഇരുന്ന് ഒരു മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂറൊക്കെ ഇരുന്ന് ബൈബിൾ വായിച്ച് ആ ബൈബിളിനകത്തെ വാക്യങ്ങളൊക്കെ ഒന്ന് ധ്യാനിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് അഭ്യസിപ്പിക്കും തോറും അവർക്ക് ഈ ലോകത്തുള്ള ജ്ഞാനമല്ല, ദൈവിക ജ്ഞാനം, പല കാര്യങ്ങളും അവർ ചെയ്യുന്നത് നമ്മൾ അത്ഭുതപ്പെട്ടു പോവും. അവരെങ്ങനെ ഇതൊക്കെ ചെയ്യുന്നു, എങ്ങനെ ഇത് പറയുന്നു എന്ന്. ഇന്ന് പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മളുടെയൊക്കെ ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് കൂടുതൽ സമയം ദൈവവചനം വായിക്കുവാനും പഠിക്കുവാനും ധ്യാനിക്കുവാനും അതൊരു നോട്ട്ബുക്കിനകത്ത് എഴുതുവാനും അത് എൻ്റെ സ്വന്തമെന്നാക്കുവാനും, പലയിടങ്ങളിൽ വീട്ടിനകത്തൊക്കെ ഒരു പേപ്പറിലൊക്കെ എഴുതി പലയിടത്തൊക്കെ ഒന്ന് എഴുതി ഒന്ന് ഫ്രെയിം ചെയ്തൊക്കെ വെക്കുവാനും ഇച്ചിരി ഒന്ന് മെനക്കെട്ടാൽ ഹല്ലേലൂയ, ദൈവം എന്താ ജീവിതത്തിനകത്ത് അടുത്ത തരം ചെയ്യുന്നതെന്ന് നോക്കി നിന്ന് ആശ്ചര്യപ്പെട്ടു പോകുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ ദൈവവചനം ഉപദേശിക്കുവാനും പണിയുവാനും എടുത്തുപയോഗിക്കണം. ഹല്ലേലൂയ. ശകാരിക്കാനും കൊന്നു തിന്നാനുമല്ല, പക്ഷേ ഇതിനകത്തെ വാക്യങ്ങളെടുത്ത് വേറൊരുത്തിനെ പണിയുവാനും അവനെ സത്യത്തിലേക്കും നല്ല വഴിയെ നടത്തുവാനും കർത്താവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. വചനം, ദൈവവചനം, ഗോഡ് ഇൻസ്പയർഡ് വേർഡ് ഓഫ് ഗോഡ് എല്ലാവരുടെയും ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. വചനം വായിക്കാനിരിക്കുന്നിടത്ത് ഉറങ്ങി തൂങ്ങിപ്പോകുന്നവർ, ശ്രദ്ധ കിട്ടാതെ പോകുന്നവർ, ഒന്നും മനസ്സിലാവാതെ പോകുന്നവരെ ഒക്കെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, സകലത്തിലും വഴി നടത്തട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.